ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അടുക്കളയൊന്ന് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കുഞ്ഞു കുറച്ച് പോട്ട്സൊക്കെ പുതിയത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ പോട്ടി മിക്സൊക്കെ നമ്മുടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ചാണകപ്പൊടി, പിന്നെ ചകിരിച്ചോറ്, കുറച്ച് മണ്ണ്, ഇതെല്ലാം കൂടെ ഞാനൊന്ന് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോട്ടിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ചെറിയ പോട്ടുകളാണ് കേട്ടോ വാങ്ങിച്ചത്. നമ്മുടെ കിച്ചൺ ചെറുതായതുകൊണ്ട് ഞാൻ ചെറിയ പോട്ടൊക്കെയാണ് സാധാരണ വെക്കാറുള്ളത്. അപ്പോൾ വൈറ്റ് പോട്ടൊക്കെയാണ് അവിടെ നേരത്തെ ഇരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ റെഡാക്കി കളറൊന്ന് മാറ്റി കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഈ പോട്ടിലേക്ക് ഞാൻ മണി പ്ലാന്റ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ചെറിയ പോട്ട്, ഇതിന് 20 രൂപയുള്ളൂ കേട്ടോ ഈ ഒരു ചെറിയ പോട്ടിന്. അപ്പോൾ ഞാൻ ഈ മണി പ്ലാന്റിൻ്റെ ഒരു 3 കട്ടിങ്സ് ഞാൻ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മണി പ്ലാന്റ് ഒക്കെ വളർത്തിയെടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കട്ടിങ്സ് കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാനത് വളർത്തി നല്ല ബുഷിയാക്കി എടുത്തിട്ട് മറ്റൊരു ചട്ടിയിലേക്കൊക്കെ മാറ്റി കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, നല്ല ബുഷിയായിട്ട് ഞാനിങ്ങനെ വളർത്തിയെടുത്തിട്ടുണ്ട് മണി പ്ലാന്റ് ഒക്കെ. ഇനി മറ്റൊരു ചട്ടിയിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഈ ഒരു കട്ടിങ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടിയുടെ പേര് എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ അറിയാമെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു 2 കട്ടിങ്സും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 ചട്ടി ഞാൻ മണി പ്ലാന്റ് വെക്കാനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ 2 ചട്ടി ഞാനിത് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു 2 ചെടിയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു 30 രൂപയുടെ ചെറിയൊരു പോട്ടാണ് കേട്ടോ. ഇത് ഞാൻ ലക്കി ബമ്പ് വെക്കാൻ വാങ്ങിച്ചതാണ്. പക്ഷേ അത് ഇച്ചിരി വട്ടം കൂടിപ്പോയി കേട്ടോ അതിന്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതിലേക്ക് സ്റ്റോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ലക്കി ബാമ്പു ഈ വട്ടം കൂടുതലായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചാഞ്ഞ് നിൽക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനൊന്ന് സ്റ്റഡിയാക്കി വെക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ സ്റ്റോൺ ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ലക്കി ബാമ്പ് വെച്ച് കൊടുക്കാം. അത് ഞാൻ മുറ്റത്തുനിന്ന് തന്നെ നമ്മുടെ ലക്കി ബാമ്പു ഈ ഒരു 3 കട്ടിങ്സ് ഞാൻ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് സ്റ്റോൺ കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ലക്കി ബാമ്പ് ഒന്ന് സ്റ്റഡിയായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ. ബോട്ടിൽസൊക്കെ നമ്മൾ ഗ്ലാസ് ബോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ അതങ്ങനെ നിന്നോളും. പിന്നെ നമ്മൾ ഇതുപോലെ സ്റ്റോണൊക്കെ ഇടുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും, പുറത്തോട്ട് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഈ ചട്ടി വാങ്ങിച്ചതുകൊണ്ട് അതിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇത് വാവട്ടം ഇച്ചിരി കൂടിപ്പോയി, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എന്താ സ്റ്റോണൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഈ ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഭരണിയിലാണ്, നമ്മൾ ഇതിൻ്റെ അടപ്പ് പൊട്ടിപ്പോയൊരു ഭരണിയിലാണ് കുറേ നാളുകൊണ്ട് ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ മാറ്റി കൊടുക്കുകയാണ്. പക്ഷേ അതിന് ഞാൻ ചട്ടിയൊന്നും വാങ്ങിച്ചിട്ടില്ല, നമ്മുടെ വീട്ടിലുള്ളൊരു ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സ്റ്റോൺസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കളർ മിക്സ് ചെയ്തിട്ടുള്ള സ്റ്റോൺസാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അത് ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഫിലോഡൻഡ്രോണുള്ള ചെടിയാണ്, അതിൻ്റെ പേരങ്ങനെയാണെന്ന് തോന്നുന്നു, അതുകൂടെ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെക്കുമ്പോൾ കാണാൻ വലിയ ഭംഗിയൊന്നും കാണത്തില്ല. കാരണം നമ്മുടെ ഈ ചെടിയൊക്കെ ഒന്ന് വളർന്ന് വരണം, നമ്മുടെ മണി പ്ലാന്റൊക്കെ ഒന്ന് വളർന്ന് ബുഷിയായി വരുമ്പോഴേ ആ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. അപ്പം പെട്ടെന്ന് വളർന്ന് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കാണാൻ നിങ്ങൾ വിചാരിക്കുക അയ്യേ കാണാൻ കൊള്ളില്ല, ഭംഗിയൊന്നുമില്ല. പക്ഷേ അത് വളർന്ന് വരുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ഈ ചെറിയ ചട്ടിക്കൊന്നും ഹോൾസ് ഇട്ട് കൊടുത്തിട്ടില്ല. കാരണം നമ്മുടെ മണി പ്ലാന്റിനൊന്നും അധികം വെള്ളം അങ്ങനെ ഒഴിച്ച് നമ്മൾ കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് അത് ഇങ്ങനെ നനവുണ്ടായാൽ മതി, അതൊക്കെ അങ്ങ് വളർന്നോളും. ഞാൻ സാധാരണ അങ്ങനെയാണ് കേട്ടോ വെക്കാറ്. അകത്ത് വയ്ക്കുന്ന മണി പ്ലാന്റൊക്കെ അങ്ങനെ തന്നെയാണ് ഞാൻ നട്ട് വയ്ക്കാറ് കേട്ടോ. പുറത്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഹോൾസുള്ള ചെടിയിലൊക്കെയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ നമ്മുടെ ചെടിയൊക്കെ ഇപ്പോൾ ഇവിടെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 പോട്ട് ഞാനിപ്പോൾ ഇവിടെ കിച്ചണിൽ വെക്കാനായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് കിച്ചണിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിൽ നേരത്തെ നമ്മൾ നല്ല വൈറ്റ് കളർ പോട്ടൊക്കെയാണ് വെച്ചിരുന്നത്, മണി പ്ലാന്റൊക്കെ, അതൊക്കെ ഞാനൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഒന്ന് ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചൊന്ന് മാറ്റിയതാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഒരുപോലെ ഇരുന്നാലും ഒരു രസമില്ലല്ലോ. അപ്പോൾ നമുക്കിത് ഈ വിൻഡോയുടെ സൈഡിൽ നിന്നൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കാണാൻ ഭംഗിയൊന്നുമില്ലല്ലോ, ഒരു രസമില്ല, അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ബുഷിയായിട്ട് വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ഇവിടെ ചെടിയൊക്കെ ഇങ്ങനെ വെച്ച് വളർത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ചെടി പൈസ കൊടുത്തൊന്നും ഒരുപാട് കാശ് കൊടുത്ത് ചെടിയോ ഒന്നും അങ്ങനെ വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള വീട്ടിലുള്ള ചെറിയ ചെടികളൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ചെറിയ പോട്ടിലൊക്കെ ആക്കിയിട്ട്, വില കൂടിയ പോട്ടൊന്നും ഞാൻ അങ്ങനെ വാങ്ങാറില്ല കേട്ടോ. ഇതുപോലെ 20-30 രൂപയുടെയൊക്കെയാണ് വാങ്ങുന്നത്. അപ്പോൾ അതുപോലെയുള്ള പോട്ടുകളൊക്കെ കിട്ടും. അതൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മുടെ അടുക്കള നല്ല ഭംഗിയായിട്ട് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഓണമൊക്കെ വരെയല്ലേ. അപ്പോൾ ചെടിയൊന്നും വെക്കാത്തവർ ഇങ്ങനെ കുറച്ച് പോട്ടൊക്കെ റെഡിയാക്കിയിട്ട് കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ കിച്ചൺ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ, നല്ല അടിപൊളിയായിരിക്കും. അപ്പം നന്നായിട്ട് കിച്ചൺ സെറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെയൊന്നും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല, നമ്മുടെ അടുക്കളയൊക്കെ ചെറുതാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ.
അപ്പോൾ നമ്മുടെ പ്ലാന്റ്സൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.